കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറയുന്നു. ഒന്ന്, ചിന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുല്ലപ്പൂ അന്തമായിട്ടുള്ള ഒരു ലേഡി ചിന്നു. രണ്ടാമത് രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുല്ലപ്പൂ അന്തം. മൂന്നാമത് ഇതിലേറെ വലിയൊരു ഒരു ഗംഭീര ടോക്സിക്, എന്താ പറയുക, മലന്ന് കിടന്ന് ജാസ്മിനെയും ഗബ്രീനെയൊക്കെ സ്വപ്നം കാണുന്ന ഹാഷിം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു അന്തം. ഇവരുടെ പേരുകൾ ഞാൻ പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. എനിക്കിതിൻ്റെ സ്ക്രീൻഷോട്ട്സും സ്ക്രീൻ റെക്കോർഡിങ്സും നിങ്ങളെ വോയിസ് റെക്കോർഡും എല്ലാ സംഗതികളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് സംഗതി കിട്ടിയിട്ടുണ്ട്. മെനി ഡേയ്സ് ബാക്ക് ഐ കുഡ് ഹാവ് പബ്ലിഷ്ഡ് ഇറ്റ്. ഞാനിവിടെ ഷോ പോകുന്ന മുമ്പേ നിങ്ങൾ 1.5 വർഷം ഇപ്പോൾ ഇവിടെ ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ, 1.5 വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷോ പോകുന്ന 2 ദിവസം പോകുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയിരുന്ന അവളുടെ പാക്കിങ് മുഴുവൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ പോകുന്ന മുമ്പേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, ഈ ചെന്നൈ പോയി അവസാനം ഈ കൈ കാണുന്നത് എന്റെയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുമ്പേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു, മനസ്സിലാക്കാ, ഞാൻ പോവാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ, ഞാൻ നിങ്ങളുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ. അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ്. എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിന്. ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് Day 37 എന്ന് പറഞ്ഞാൽ ആ വിഷുയുടെ എപ്പിസോഡിൻ്റെ സമയത്താണ്. കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ്. അപ്പോൾ പറയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി, പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും നിൽക്കില്ല, ഒരു പാർട്ട്ണറും നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും, പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കാത്തൊരു സംഭവമുണ്ട്. ഒരാളെ ഇങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഗെയിമൊക്കെ ശരി തന്നെയാണ്, എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ടെ. ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത് ഒരു ഷോ. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ, അല്ലെങ്കിൽ എനിക്കറിയേണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശയായിട്ട് അല്ലെങ്കിൽ കാരണം ഇത് ഫീലിങ്സോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. എന്ത് പറഞ്ഞ് ന്യായീകരിക്കുന്നു? ഞാൻ അതാ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ പുറത്തു വിടണോ? എന്തിനാ പുറത്തു വിടണ്ടേ? ആൾക്കാർക്ക് ആഘോഷിക്കാനോ? എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് അവളുടെ അടുത്ത് കുറ്റബോധമോ റിവെഞ്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞു. എനിക്ക് ഞാൻ ഈ 79 ദിവസമാണെങ്കിൽ 79 ദിവസം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു. എനിക്കിനി അനുഭവിക്കാൻ വയ്യ. ഞാൻ അത്രയും ഇമോഷണലായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വയ്യ. ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഫ്സൽ ജാസ്മിൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത്. നമസ്കാരം.
അഫ്സലിൻ്റെ ഈ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ അഫ്സൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ പോർഷനാണ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതൊരുവിധം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അഫ്സലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, പിന്നെ കുറച്ച് യൂട്യൂബ് ചാനൽസ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വേർഷൻ ഓക്കെ 3 പാർട്ടായിട്ട് അഫ്സൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഫ്സൽ അതിൻ്റെ കൂടെ അഫ്സൽ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഇവർ തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളും എല്ലാം അഫ്സൽ പുറത്തു വിട്ടിട്ടുണ്ട്. അഫ്സലിനെ കൊണ്ട് ഇത് പുറത്ത് വിടിയിപ്പിച്ചിട്ടുണ്ട്. ആ വിടിയിപ്പിച്ചതിൽ നല്ലൊരു പങ്ക് ശരിയാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുണ്ട്, സംഗതി സത്യമാണ്. പക്ഷെ നമ്മളൊരിക്കലും ഇപ്പം ഞാൻ ഒരൊറ്റ പ്രാവശ്യമാണ് അഫ്സലിനെ വിമർശിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അഫ്സലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ അഫ്സലിൻ്റെ ഈ ജാസ്മിൻ്റെ ഫാദർ അതിനുള്ളിൽ പോയി ചെന്നിട്ട് പറഞ്ഞ സമയത്ത് അഫ്സലും കൂടി ഉൾപ്പെട്ടിട്ടാണോ ഈ നാടകം നടത്തി എന്നുള്ളൊരു പോസിബിലിറ്റി കളയാൻ വേണ്ടി അഫ്സൽ കാര്യങ്ങൾ വന്ന് തുറന്ന് പറയണം എന്നുള്ള ഒറ്റ കാര്യത്തിൽ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ 100% അഫ്സലിനെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്ന സമയത്ത് നിങ്ങൾ എസ്പെഷ്യലി ഈ വീഡിയോ ഞാൻ ഇതിലെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എസ്പെഷ്യലി അഡ്രസ്സ് ചെയ്യുന്നത് കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറയുന്നു. ഒന്ന് ചിന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുല്ലപ്പൂ അന്തമായിട്ടുള്ള ഒരു ലേഡി ചിന്നു, രണ്ടാമത് രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുല്ലപ്പൂ അന്തം, മൂന്നാമത് ഇതിലേറെ വലിയൊരു ഒരു ഗംഭീര ടോക്സിക് എന്താ പറയുക മലന്ന് കിടന്ന് ജാസ്മിനെയും ഗബ്രീനെയൊക്കെ സ്വപ്നം കാണുന്ന ഹാഷിം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു അന്തം. ഇവരുടെ പേരുകൾ ഞാൻ പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. എനിക്കിതിൻ്റെ സ്ക്രീൻഷോട്ട്സും സ്ക്രീൻ റെക്കോർഡിങ്സും നിങ്ങളെ വോയിസ് റെക്കോർഡും എല്ലാ സംഗതികളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് സംഗതി കിട്ടിയിട്ടുണ്ട്. മെനി ഡേയ്സ് ബാക്ക് ഐ കുഡ് ഹാവ് പബ്ലിഷ്ഡ് ഇറ്റ്. എനിക്ക് നിങ്ങളുടെ പ്രൈവറ്റ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പബ്ലിക്കായിട്ട് പറയാത്തതെന്ന് വെച്ചാൽ ഐ റെസ്പെക്ട് യുവർ പ്രൈവസി. നിങ്ങൾ വളരെ മോശമായിട്ട് പല ആൾക്കാരെ കുറിച്ച് എസ്പെഷ്യലി അഫ്സലിനെ കുറിച്ച് പിന്നെ അതിന് ശേഷം അസ്ലേനെ കുറിച്ച് സിബിനെ കുറിച്ച് അങ്ങനെ പല ആൾക്കാരെ കുറിച്ച് നിങ്ങൾ വളരെ മോശമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ വന്നിരുന്നിട്ട് നിങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ട് നിങ്ങൾ ക്ലോസ്ഡ് ഗ്രൂപ്പ്സിൽ വന്നിരുന്നിട്ട് വളരെ ടോക്സിക് ആയിട്ട് വിഷം നിങ്ങൾ ഛർദ്ദിക്കുന്ന സമയത്തും ഞാനത് പുറത്ത് വിടാതിരുന്നത് എൻ്റെ മാന്യത കൊണ്ടും പ്ലസ് ഞാൻ നിങ്ങളുടെ പ്രൈവസീനെ മാനിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ചെന്നിരുന്നിട്ട് ചകഞ്ഞുകൊണ്ടുണ്ടാക്കിയില്ല. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ക്ലോസ് ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പോയി കൊണ്ടുവന്നത്. എനിക്ക് ഒരുപാട് പേര് അയച്ചെന്നാണ് ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് റിലവൻറ്റ് ടു പബ്ലിഷ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ പറയാതെ വയ്യ. അപ്പോൾ ചിന്നു ആണെങ്കിലും രമ്യ ആണെങ്കിലും ഹാഷിം ആണെങ്കിലും ഇവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്, ആസ് എ ക്യൂട്ട്നെസ് വാരി വെതറുന്ന ഒരു ആൾ, ആസ് എ എവറിത്തിങ് ഷീസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ആ ഒരു രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഓരോരുത്തരെ ഇപ്പോൾ ഈ അഫ്സലിനെയൊക്കെ വേറെ ആസിഫ് അലി പോലെ കമ്പയർ ചെയ്ത് സംസാരിക്കുക, അതുപോലെ വളരെ മോശമായിട്ട് പല ആൾക്കാരോട് സംസാരിക്കുക. ദിസ് ഇസ് നോട്ട് റൈറ്റ്. കാരണം അവർക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അഫ്സലിൻ്റെ വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ദയവ് ചെയ്ത് ചങ്ങാതിനെ വെറുതെ വിടുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാനും എനിക്ക് തോന്നുന്നില്ല അൺടിൽ ആൻഡ് അൺലെസ് ജാസ്മിൻ അഗെയിൻ ഗിവ് സം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് ഒരു കാരണവശാലും അഫ്സലിൻ്റെ പേര് പുറത്തേക്ക് എടുക്കാൻ താല്പര്യമില്ല. പുറത്തേക്ക് എടുക്കുന്ന സമയത്തും അഫ്സലിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊരു സമയത്തും നമ്മൾ ചെയ്തിട്ടില്ല. അഫ്സൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ശരിക്കും നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അറിയാവുന്ന ഓൾറെഡി അഫ്സൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങളുടെ ജാസ്മിൻ ഇനി പുറത്ത് വന്നിട്ട് ഇതുപോലെ വീണ്ടും ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. ഓക്കെ, ഓപ്പണായിട്ട് പറയും. അപ്പോൾ അന്നാണ് ഇതിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരിക്കുക. ഒന്നത്. രണ്ടാമത് ഈ അഫ്സലിനെ ജാസ്മിൻ അങ്ങോട്ട് നിർബന്ധിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ അടിച്ചിട്ടുള്ളത്. ഞാൻ ഈ സൈഡിൽ ഈ ചാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്താ പറയുക, നിങ്ങൾ പിന്നെ ടൈം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അഫ്സലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ അറിയാം. ഇൻസ്റ്റാ ഇല്ലാത്തവർക്ക് ചാറ്റ്സൊക്കെ ഞാൻ അതിൽ സൈഡിൽ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് ഇതൊരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകാൻ, അതായത് ജാസ്മിൻ അങ്ങോട്ട് ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ഇതൊരു മാരേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് ജാസ്മിനാണെന്ന്. അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ അഫ്സൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുള്ള് കാര്യങ്ങൾ അഫ്സൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ അത്താടോ മാത്രമല്ല, ഈ അത്തേനോട് പോയി സംസാരിക്കുക, അത്തായോട് പോയി സംസാരിക്കാനും ഉമ്മായോട് പോയി സംസാരിക്കാനും അഫ്സലിനെ നിർബന്ധിച്ചിട്ടുള്ളത് ജാസ്മിനാണ്. അപ്പോൾ ജാസ്മിൻ മുൻകൈ എടുത്തിട്ടാണ് ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടിട്ട് എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇവരോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു ഇരിക്കുക. ഞാൻ സീരിയസ്ലി എന്തായി സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തുനിന്ന് ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം എൻഗേജ്മെൻറ്റ് ആക്കിയിട്ടുള്ള, അതായത് ആ ചെക്കനെ കൊണ്ട് എന്തൊക്കെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും അത് കംപ്ലീറ്റ് സാധിപ്പിച്ചെടുത്തു. ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ചങ്ങാതി ഗബ്രീനെ കണ്ട സമയത്ത് അങ്ങോട്ട് ചാഞ്ഞു, ഇനി അടുത്ത ആളെ കാണുമ്പോൾ അങ്ങോട്ട് ചായും. ഇതിനൊക്കെ എങ്ങനെ വിശ്വസിച്ച് കല്യാണം കഴിക്കാൻ ആലോചിച്ചു അല്ലേ? കല്യാണം കഴിച്ചിട്ടാണ് ഇങ്ങനെ ചാടി പോകണമെന്നുണ്ടെങ്കിലോ, ചാടി പോകുന്ന സെൻസ് അടുത്ത ആളെ കാണുമ്പോൾ തോന്നില്ലേ
അപ്പോൾ എത്രത്തോളം മാനക്കേടുണ്ടായിരിക്കും. ഇത് ഈ രീതിയിലാണ്. അതായത് ഈ സ്വന്തം വാപ്പാടെ അടുത്ത് അഫ്സൽ ഇത്ര അധികം ജാസ്മിൻ നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് അതിന് കല്യാണം എൻഗേജ്മെൻറ്റും പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഇവള് ബിഗ് ബോസ് ചെന്നിരുന്ന് കണ്ട സമയത്ത് അത് പിന്നെ അഫ്സലിൻ്റെ ഫാദർ കണ്ടിട്ട് വീഡിയോ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു എന്ന്. ഇങ്ങനത്തെ ഒരു പെണ്ണിനാണോ നീ നല്ലൊരു കുട്ടിയാണ്, കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണെന്ന് പറഞ്ഞു എന്നുള്ളത്. ബട്ട് ഹിസ് ഫാമിലി ഈസ് വെരി സപ്പോർട്ടീവ്. ചങ്ങാതി കരയൊക്കെ ചെയ്തു ലാസ്റ്റ്, വിഷമം തോന്നി കണ്ട സമയത്ത്. റിയലി ഐ ഡോണ്ട് നോ, ഇത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് വയ്ക്കാം. കപ്പ് ജാസ്മിന് കിട്ടിക്കോട്ടെ, ഗെയിമിനനുസരിച്ചോ എന്തിനനുസരിച്ചോ, ഇനി സ്ക്രിപ്റ്റോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, കിട്ടിക്കോട്ടെ. പക്ഷെ ന്യായീകരിക്കുന്ന സമയത്ത് ജാസ്മിനൊക്കെ ചില ആൾക്കാർ, ചില യൂട്യൂബേഴ്സും ചില ആൾക്കാരൊക്കെ വളരെ വിരളമായിട്ടുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയാം, അവർക്കിരുന്ന് ന്യായീകരിക്കുന്ന സമയത്ത് പുച്ഛം തോന്നുന്നു അവരോടൊക്കെ. ഗെയിമിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ അവിടെ 60 ദിവസം നടന്ന ഗെയിം അല്ല എന്നുള്ളത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. 60 ഡേയ്സ് എന്ത് ഗെയിമാണ് ജാസ്മിൻ കളിച്ചിട്ടുള്ളത്? ജാസ്മിനും ഗബ്രി കൂടി ഒരുമിച്ച് നടക്കുന്ന അതായിരുന്നില്ല അവിടെ 60-70 ഡേയ്സ് ഗബ്രി പോകുന്നവരെ ഉള്ള ഗെയിം, ഗബ്രി പോകുന്നവരെ ആ കൂട്ടിപ്പിടിച്ചിട്ടുള്ള ഗെയിം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ മറ്റേ ഇത് നീ വാടാ നിന്നെ കടിക്കണം, അവൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കയറിയ പുതപ്പിനുള്ളിൽ കിടക്കുക. അയ്യേ, വളരെ മോശം. എന്താണെന്നുണ്ടെങ്കിലും റിയലി ഫീലിംഗ് സാഡ് ഫോർ ദിസ് ഗൈ. പിന്നെ അവന് അതിനുള്ള ശക്തിയും കാര്യങ്ങളും കിട്ടട്ടെ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാനിത്രയുള്ളൂ. നമ്മളും ഈ ഒരു സംഗതി, ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് അഫ്സലിൻ്റെ ഒരു കേസ്. ഓക്കെ, അൺടിൽ ആൻഡ് അൺലെസ് ഇനി ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിട്ട് അഫ്സലിനൊരു ഇഷ്യൂ വരുന്ന സമയത്തും അല്ലാതെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കോണ്ടന്റ് ആണെങ്കിൽ കൂടി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ബെറ്റർ ലേറ്റ് ദെൻ നെവർ. ഇപ്പോഴെങ്കിലും അഫ്സൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഒരുവിധം അരിയാഹാരം കഴിക്കുന്ന തലയിൽ കുറച്ചെങ്കിലും ചോറ് ബാക്കിയുള്ള എന്താ പറയുക തലച്ചോറുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അതല്ലാതെ നേരത്തെ ഞാൻ പേര് പറഞ്ഞിട്ടുള്ള കുറച്ച് അന്തങ്ങൾ വേറെയും ഒരുപാട് പേരുകൾ ഉണ്ട് കേട്ടോ. സ്ക്രീൻഷോട്ട് കണ്ട സമയത്ത് അതിൽ കണ്ടതാണ് ഈ പേര്. സീരിയസ്ലി ഞാൻ ആദ്യം തന്നെ ഞാൻ ആർക്കും അത് ഷെയർ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് എഫേർട്ട് ഫോർ മീ ടു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അത് ആ ഒരു പ്രൈവസി മാനിച്ചുകൊണ്ടാണ് ഞാനൊരു സംഗതി അവരുടെ പേഴ്സണൽ നമ്പേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാതിരുന്നത്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തമ്മിൽ ഇട്ടപ്പോഴൊക്കെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ശരിയല്ല, അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇവൻ ആസിഫ് അലി, ഉയരത്ത് ആസിഫ് അലി എന്ന് പറയുന്നവർക്കും നിങ്ങൾ മറ്റേ ജാസ്മിനെ വാഴ്ത്തിപ്പാടുന്നവർക്കും അസ്ലയുടെ കളിയാണെന്ന് പറയുന്നവർക്കൊന്നും റിയലി എന്താണ് ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളതോ നിങ്ങൾക്കൊന്നും അറിയില്ല. കാരണം നിങ്ങൾക്ക് ഇവരായിട്ടൊന്നും കോൺടാക്റ്റും ഇല്ല, നിങ്ങൾക്ക് ഈ ജാസ്മിനെ പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുള്ള ആ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ അതൊന്നും വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഡൂയിങ് ഇറ്റ് റോങ്. നിങ്ങൾ വലിയ മിസ്റ്റേക്കാണ് ചെയ്യുന്നത്.